ആ കാര്യത്തിൽ അത് സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനകത്തൊരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. അപ്പം പുതിയ തലമുറയുടെ വികാരവും അഭിപ്രായവും നിർദ്ദേശവും വിമർശനവും എല്ലാം നമുക്ക് അതിനകത്തുണ്ടായേ മതിയാകും. അതുകൊണ്ട് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഏതാണ്ട് ഒരു ഡ്രാഫ്റ്റ് അംഗീകരിച്ച് കഴിഞ്ഞതിന് ശേഷം അത് വെബ്സൈറ്റിൽ കൊടുത്ത് ഇവിടുത്തെ ചെറുപ്പക്കാർ അത് ആർക്ക് വേണമെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിനുള്ള അവസരവും സാഹചര്യവും സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും. നമ്മുടെ ഒരു സമീപനം കേരളത്തിൻ്റെ അഭിമാനം എന്ന് പറയാവുന്നത്, കേരള മോഡൽ എന്ന് നമ്മൾ ഉയർത്തിക്കാട്ടുന്നത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും നമ്മൾ നേടിയ നേട്ടങ്ങളാണ്. വലിയ നേട്ടങ്ങളാണ് നേടിയിട്ടുള്ളത്, യാതൊരു സംശയവുമില്ല. ഇന്ന് റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്ന സമയത്ത് റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ പറയുന്ന ഒരു കാര്യവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തിയില്ല. കാരണം അതൊക്കെ നമ്മൾ തലമുറകൾക്ക് മുമ്പ് തന്നെ നമ്മൾ നേടിക്കഴിഞ്ഞ കാര്യങ്ങളാണ്. ആരോഗ്യരംഗത്ത് നമ്മൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇന്ന് നമ്മൾ ആ നേട്ടങ്ങൾ നിലനിർത്താൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുക. നമ്മുടെ ക്വാളിറ്റി വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും നമ്മൾ നേടിയിട്ടുള്ള നേട്ടങ്ങൾ നിലനിർത്താൻ വേണ്ടി നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നു. കാരണം നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന രംഗത്ത് നമുക്ക് കാര്യമായി ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. നമ്മൾ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും നേട്ടങ്ങൾ ഉണ്ടാക്കി. ആ നേട്ടങ്ങളുടെ ഫലമാണ് ഇന്ന് ലോകത്ത് എവിടെ ചെന്നാലും മലയാളികളെ കാണാം, എവിടെയും നമുക്ക് അംഗീകാരം. പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നിക്ഷേപങ്ങൾ വരുന്നതിൻ്റെ തോത് കുറഞ്ഞു. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അളവ് വളരെയധികം താഴോട്ട് പോയി. സാമ്പത്തിക വളർച്ച നമുക്ക് വേണ്ടത്ര രീതിയിൽ ഉണ്ടാകാൻ സാധിച്ചില്ല. അതിൻ്റെ ഫലമായി നമ്മൾ ഇന്ന് നമ്മൾ നേടിയ നേട്ടങ്ങൾ നിലനിർത്താൻ നമ്മൾ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇപ്പം നമുക്കുള്ളത് നമ്മൾ നേടിയ നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് പുതിയ നിക്ഷേപങ്ങൾ, പുതിയ തൊഴിലവസരങ്ങൾ, അതിലൂടെ സാമ്പത്തിക വളർച്ച നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഒരു സമീപനം. നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ, നമുക്ക് ഇന്ന് പണം ഒരു പ്രശ്നമേ അല്ല. ഒരു കാലത്ത് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ വികസനത്തിന് വളരെയധികം തടസ്സമായിരുന്നു. ഇന്നും ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ച് ഇവിടെ വികസനം എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ശമ്പളവും പെൻഷനും നമ്മൾ വാങ്ങിയിട്ടുള്ള കടത്തിൻ്റെ പലിശയും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് 85% നമ്മുടെ വരുമാനം മുഴുവൻ തീരും. പിന്നെ നമുക്ക് ഇവിടുത്തെ വികസന രംഗത്ത് വിനിയോഗിക്കാൻ വേണ്ടി വലിയ തുകയൊന്നും മാറ്റിവെക്കാനില്ല.